എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് അന്ന് കോഴിക്കോട് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ മുഴുവൻ ആ ഹോസ്പിറ്റലിലേക്ക് വന്നു. അതെ, ആ ഒരു എന്താ പറയാ ഭയങ്കരമായ ബന്ധങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ അല്ലെ നമ്മൾ രാഷ്ട്രീയത്തിന്. അത് രാഷ്ട്രീയത്തിനപ്പുറം അതിൽ ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി എന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ICUവിലാണ്. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, അത് BJPയുടെ നേതാക്കന്മാരടക്കം, അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം. അതൊരു വലിയ പാഠമാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു, പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു മനോഗതിയിലേക്ക് ഞാൻ വരികയാണ്. വ്യക്തിപരമായി നമ്മൾ ആളുകളെ അവർ തെറ്റായി ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം, പക്ഷേ ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സത്യം. ഇപ്പോൾ മുൻസാഹിബ് നമ്മളിരിക്കുന്നതിൻ്റെ കുറേ പുസ്തകങ്ങൾക്കിടയിലാണ്. മനുഷ്യനെ നവീകരിക്കുന്നത് പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വായന എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും രാത്രി വായിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. ഞാൻ ഈ സംഭവം ഉണ്ടാവുന്നതിൻ്റെ തലേ ദിവസം വരെ രാത്രി കാലങ്ങൾ ഞാൻ ഒരു പുലർച്ചെ 5:30 ആവുന്നത് വരെ വായിക്കുകയും 5:30ക്ക് കിടന്ന് ഒരു 9 മണി വരെ, അങ്ങനെ എൻ്റെ ഉറക്കം വളരെ കുറവായി. ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങും. അപ്പോൾ അത് ഡോക്ടർമാർ പറഞ്ഞു, അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കുറച്ചുകൂടി നേരത്തെ കിടന്ന് ഒരു 10 മണിക്കിനെ കിടന്ന് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വായന രാവിലകളിലേക്കാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കുറച്ച് ദിവസം എനിക്ക് വാർത്തകൾ കാണുന്നതിനോ പത്രം വായിക്കുന്നതിനോ പുസ്തകം തുറക്കുന്നതിനോ ഒന്നുമുള്ള ഒരു താല്പര്യമില്ലാത്ത മാതിരി ഇങ്ങനെ വന്നു. ഇപ്പോൾ പതുക്കെ ഞാൻ വീണ്ടും, ഇപ്പോൾ ഇന്നലെ ഞാൻ മാതൃഭൂമിയിൽ പോയി. അപ്പോൾ മാതൃഭൂമിയിൽ പോയിട്ട് ഞാൻ കുറേ ബുക്സ് അവിടെ നിന്ന് വാങ്ങി, പുതിയ ബുക്കുകളൊക്കെ വാങ്ങി. EP ജയരാജൻ്റെ ആത്മകഥ വാങ്ങി. അങ്ങനെ പതുക്കെ ഒരു വായനയിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വായനയുടെ നമ്മുടെ ചിന്തകളൊക്കെ വിശാലമാക്കുന്ന വായനയാണ്. അതുപോലെ അനുഭവം അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചു വരവാണല്ലോ. അത് നേരത്തെ പറഞ്ഞു കുറേ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ചിന്തകളിലൊക്കെ എന്തെങ്കിലും വലിയ മാറ്റം വരുത്തും? അല്ല, ഇത് നമ്മുടെ മനോഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങൾ. അതായത് ഏകദേശം 4-5 ദിവസം ഞാൻ ഭൂമിയിൽ ഇല്ലല്ലോ. അപ്പോൾ ഒരു പുനർജന്മം പോലെയാണ് വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് വലിയ കുറേ സത്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. പിന്നെ ഈ പ്രാർത്ഥനകളൊക്കെ കേട്ടപ്പം നീ നിനക്ക് കുറച്ചുകൂടി കാലം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായി നീ ഇനിയുള്ള കാലമെങ്കിലും നീ കുറച്ചുകൂടി നന്മകൾ ചെയ്യാൻ ശ്രമിക്കൂ. അപ്പം നമ്മളിതുവരെ തിന്മകളൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരെയും സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും ഏറ്റവും അടിത്തട്ടിലുള്ളവർക്ക് വേണ്ടിയേ ഞാൻ നിന്നിട്ടുള്ളൂ. ഞാൻ ഇനി വിവാഹ ചടങ്ങുകൾക്ക് പോകുന്നുണ്ടെങ്കിലും ഏറ്റവും പാവപ്പെട്ടവരുടെ വീട്ടിൽ വിവാഹം ഉണ്ടെങ്കിലാണ് അതിനാണ് എൻ്റെ മുൻഗണന. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധാരാളം ആളുകൾ, ഇപ്പം മക്കയിൽ നിന്നും എന്നെ ചില ആളുകൾ വിളിച്ചിരുന്നു സമയത്ത് എനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹറമിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, ഇത് കഴിഞ്ഞ് ഞങ്ങൾ മദീനയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ. പിന്നെയാണ് ഞാൻ ഈ ഫോണൊക്കെ കുറേ ദിവസം കഴിഞ്ഞാൽ തുറക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഇവരൊക്കെ തിരിച്ചു വിളിച്ചെന്ന് തോന്നുന്നു. കുറേ പേരെ എനിക്ക് കഴിയുന്നത്ര എനിക്ക് കിട്ടിയ ഫോണിൽ എല്ലാവരെയും ഞാൻ തിരിച്ചു വിളിച്ചു.
അപ്പോൾ അവർ തന്നെ അവർ പറയുന്ന ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർക്കൊരു വലിയ നവോന്മേഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ചിലർ പൊട്ടി കരയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് മനുഷ്യൻ ആകത്തുക എന്ന് പറയുന്നത്? അല്പകാലത്തേക്കുള്ളൊരു ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ പിന്നെ വടംവലിയും തമ്മിൽ തല്ലും സംഘർഷമൊക്കെ ആയി നടക്കുന്നതിന് പകരം ആ സമയത്തുകൂടി എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഉപ്പാൻ്റെ ഒരു മാതൃകയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പഠിച്ചത് അത് അവിടുന്ന്. എൻ്റെ ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയുന്നത് എൻ്റെ പിതാവ്. ഈ തിരക്കുകളാണ് എനിക്ക് തോന്നുന്നു. 25ാമത്തെ വയസ്സിൽ വാർഡ് കൗൺസിലറാവുന്ന സമയത്ത് മുതൽ ആൾക്കൂട്ടവും തിരക്കും ഒക്കെയാണ്. ആ തിരക്കുകളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഇച്ഛാശക്തി ഉണ്ട് ഉള്ളിൽ. തിരിച്ചു വരവിന് അത് വലിയ പ്രേരകമായിരിക്കാണില്ലേ ശരിക്കും പറഞ്ഞാൽ? ശരിക്കും തിരക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ താഴെ അവർ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ആളുകളെ തടയണ്ട, വന്ന് കാണാൻ പറ്റുന്നവർക്ക്, എനിക്ക് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, വന്ന് കാണാൻ പറ്റുന്നവർ മുഴുവൻ വന്ന് കാണട്ടെ, അതിലൊന്നും അവരെ തടയണ്ട. അപ്പം അവിടുന്ന് തന്നെ ജനങ്ങൾ വന്നു തുടങ്ങി. പക്ഷെ ഇവിടെ വന്ന ശേഷം പിന്നെ രാവിലെ എനിക്കൊരു ഫിസിയോതെറാപ്പി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ രാത്രി വരെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും കൂടെ വന്ന് വീണ്ടും പഴയകാല കാര്യങ്ങളായി വിറക്കാനും ഒക്കെ അവർ വരുന്നു എന്ന് പറയുമ്പോൾ ഈ തിരക്കുകളിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും തിരക്കൊഴിഞ്ഞ് ജീവിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ആൾക്കൂട്ടത്തിൽ തനിയെ സാധ്യമല്ല. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവുക